ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സഭാപ്രസംഗകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം, അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ മാത്രം ശ്രദ്ധിക്കൂ. സൂര്യന് കീഴെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു. ഏതാനും ആളുകൾ മാത്രമുള്ള ചെറിയ ഒരു നഗരമുണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അവിടെ നിർധനനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. പക്ഷെ ആരും അവനെ സ്മരിച്ചില്ല. ഏതാനും ആളുകൾ മാത്രമുള്ളൊരു ചെറിയ നഗരമുണ്ടായിരുന്നു. ഒന്നുകൂടാവർത്തിക്കട്ടെ, ഏതാനും ആളുകൾ മാത്രമുള്ളൊരു ചെറിയ നഗരമുണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ് വന്ന് പ്രബലമായ ഉപരോധം അതിനെതിരെ ഏർപ്പെടുത്തി. നിർധനനായ ഒരു ജ്ഞാനി അവിടെ ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. എങ്കിലും അവരാരും അവനെ ഓർത്തില്ല, സ്മരിച്ചില്ല എന്ന് പുസ്തകം പറയും. നമ്മുടെ നെഞ്ചിൽ കൊള്ളണം ഇത്. നമ്മൾ കർത്താവിനെ നേരെ ചൊവ്വെ ഓർക്കുന്നില്ല. കർത്താവ് എന്താണ് നമുക്ക് ചെയ്തത് നമ്മൾ മനസ്സിലാവണില്ല, ഓർക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ സൂക്ഷിക്കണം. അമ്മമാർക്ക് മാത്രമായിരുന്നു ക്ലാസ്സേ. എന്നിട്ട് ഞാനിങ്ങനെ പറയുകയും ചെയ്തു, പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ, അവർ നമ്മളെ ചിലപ്പോൾ പറ്റിക്കുമെന്ന് പറഞ്ഞു. എന്തോ അങ്ങനെ പറഞ്ഞു. കുറച്ച് അമ്മമാരുണ്ടായുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അമ്മ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. നന്ദു, നീ പറഞ്ഞത് ശരിയാടാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ചേച്ചി എന്തു പറ്റി? എൻ്റെ മോള് അവള് പിന്നെ ധ്യാനമൊക്കെ കൂടിയപ്പോൾ അച്ഛന്മാർ പറഞ്ഞിരുന്നു അവളൊരു 10-18 വയസ്സ് വരെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുവരണം. 18 വയസ്സ് വരെ കൃത്യമായിട്ട് കുർബാനയ്ക്ക് കൊണ്ടുവന്നു. പിന്നെയോ ധ്യാനങ്ങളൊക്കെ കൂടി വചനമൊക്കെ പഠിച്ചു അവൾ നന്നായിട്ട്. അപ്പോൾ കുടുംബസമ്മേളനത്തിനൊക്കെ പിന്നെ ആരെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനുള്ള ചാർജ് സിസ്റ്റേഴ്സൊക്കെ ഏൽപ്പിച്ചു. നീ ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. പിന്നെ ഇവൾ പാട്ട് പാടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ കൊണ്ട് പള്ളിയിലെ കൊയറിൽ പാട്ട് പാടിക്കാനും തുടങ്ങി. ഇപ്പം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് പള്ളിയിലേക്ക് പോകും. നല്ല അടുക്കും ചിട്ടയുള്ള കുട്ടി, കാണാനും ഭംഗിയുണ്ട്, നല്ല ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി. 10-22 വയസ്സായി. അമ്മ ഒരു ദിവസം ശ്രദ്ധിച്ചപ്പോഴേ അവളുടെ ഫോൺ വിളികൾ അത്ര സുഖമില്ലാത്തവണം. അതെങ്ങനെ അമ്മ ശ്രദ്ധിച്ചു. ഈ ഫോൺ വിളി അത്ര നല്ലൊരു വിളിയല്ലെന്ന് തോന്നി. അപ്പം അമ്മ അവളെ മാറ്റി നിർത്തി ചോദിച്ചു, നീ ആരെയും വിളിക്കുന്നേ? അമ്മ ഈ ഫോണൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങി. അമ്മയ്ക്ക് അത്യാവശ്യം ഫോണിലെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അമ്മ മനസ്സിലാക്കി ഇവൾക്ക് അന്യമതത്തിൽപ്പെട്ട ഒരാളായിട്ട് എന്തോ തെറ്റായ അടുപ്പം. അമ്മ നല്ല അടി വെച്ച് കൊടുത്തു. മാത്രമല്ല അമ്മ ഡിവൈനിൽ ധ്യാനത്തിന് കൊണ്ടുപോയി. മാത്യച്ഛനോട് പറഞ്ഞു തലയ്ക്ക് പിടിച്ചു പ്രാർത്ഥിക്കാൻ. അച്ഛൻ പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം അമ്മയ്ക്ക് തോന്നി വട്ടായലച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാം, തിരികൂടി അങ്ങോട്ട് സ്ട്രോങ് ആയിക്കോട്ടെ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. ഒരു ധ്യാനം അവിടെ കൂടാൻ പറഞ്ഞു. അങ്ങനെ ആ ധ്യാനം കൂടി വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് തോന്നി ഡൊമിനിക് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാം, തിരികൂടി അങ്ങോട്ട് സ്ട്രോങ് ആയിക്കോട്ടെ. അവിടെയും കൊണ്ടുപോയി അച്ഛൻ തലയ്ക്ക് പിടിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പം 15 ദിവസമായി, 3 ധ്യാനമായില്ലേ. തിരിച്ച് വീട്ടിലെത്തി. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നന്ദു ബ്രദറെ, അവൾ ആ ദിവസം രാത്രി അവളുടെ മുറിയിൽ കിടന്നില്ല, എൻ്റെ മുറിയിലാണ് കിടന്നത്. അവൾ വാവിട്ട് കരഞ്ഞു, എൻ്റെ അടുത്ത് കിടന്നു.
അപ്പം ഞാൻ അവളുടെ മുടിയിൽ ഇങ്ങനെ തലയിൽ തഴുകിയിട്ട് അമ്മ എന്നോട് പറഞ്ഞു, കുട്ടികളല്ലേ ബ്രദറെ, എന്തെങ്കിലുമൊക്കെ ആകർഷണം ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ തലയിലൊക്കെ ഇങ്ങനെ തഴുകി ആശ്വസിപ്പിച്ചു. എന്നിട്ട് അമ്മ ഈ കയ്യിൽ നിന്ന് വിടണല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു കരച്ചിലും കൂടിയും ആ കണ്ണീരും കൂടി കയ്യിലേക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നന്ദു എന്തിനാന്നോ അവൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നേ? ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, എൻ്റെ ഫോൺ തലേണയുടെ അടിയിലുണ്ടായിടാ, അതെടുക്കാൻ വന്ന് കിടന്നതാ. ആ രാത്രി അവൾ മതിലും ചാടി ആ അന്യത മതത്തിൽപ്പെട്ട ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ശ്രദ്ധിക്കൂ, ഇവൾ കൃത്യമായിട്ട് പള്ളിയിൽ പോയിണ്ടായില്ലേ? എന്ത് പറ്റി ഇവൾക്ക്? ഇവളുടെ ഫിസിക്കൽ പ്രസൻസ് മാത്രമേ പള്ളിയിലുള്ളൂ, ഹൃദയം വേറൊരാൾക്ക് കൊടുത്തേക്കാ. ദാറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. അതിനെയല്ല ആത്മീയത എന്ന് പറയാ. നീ പള്ളിക്ക് പുറത്താണെങ്കിലും നിന്റെ ഹൃദയം അകത്തായിരിക്കണം, ദൈവത്തിൻ്റെ അടുക്കൽ. അതിനെ ആത്മീയത എന്ന് പറയാ. ബൈബിളിൽ ജെറമിയ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ജെറമിയ പ്രവചനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം 32-ാം വാക്യം. യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കുമോ? സ്ത്രീകളാണ് മറുപടി പറയേണ്ടത്. യുവതി തൻ്റെ ആഭരണമോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കുമോ? പറയൂ, ഇല്ല. യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കുമോ? എന്നാൽ അടുത്ത സെൻറ്റൻസിൽ ബൈബിൾ പറയുന്നു, എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ സങ്കടം എന്താണെന്നോ? ദൈവത്തെ ഓർക്കുന്നില്ല. എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. അപ്പോൾ ഈ ഓർണമെൻ്റൽ സ്പിരിച്വാലിറ്റി അല്ലേ, ഇങ്ങനെ നമ്മുടെ ഭക്തി എന്താണെന്നോ? കല്യാണത്തിന് പോകുമ്പോൾ ആഭരണങ്ങളൊക്കെ ഇട്ട്, നല്ല സാരി ഇട്ട്, ചുരിദാറിട്ടോ, എന്താ ഷോർട്ട് പുട്ടോ എനിക്കറിഞ്ഞുകൂടാ, ഇതൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് എന്നിട്ടോ കല്യാണം കഴിയുമ്പോൾ അതെല്ലാം ഭദ്രമായി ഊരി അലമാരയിൽ വെക്കുന്നു. അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്, ഓർണമെൻ്റൽ സ്പിരിച്വാലിറ്റി. ആളുകളെ കാണിക്കാൻ കൃത്യമായിട്ട് ഞാൻ വരുന്നു. 50 നോമ്പൊക്കെ എത്ര പെർഫെക്റ്റ് ആണെന്നോ? ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, പാല് വരെ ഇല്ല, കട്ടൻ ചായ, പിന്നെയോ ഭാര്യയും ഭർത്താവും 2 മുറിയിൽ, അങ്ങനെയൊക്കെയുണ്ട് നോമ്പ്. പക്ഷേ എന്തു പറ്റി? 50-ാമത്തെ ദിവസം യേശു ഉയർത്തു, ചേട്ടൻ കാനയിൽ കിടക്കുക, ജോസേട്ടൻ കാനയിൽ കിടക്കുന്നു മദ്യപിച്ച്. ഇതെന്ത് നോമ്പ്? ഹിപ്പോക്രസി, കപടഭക്തി ദൈവത്തിന് ഇഷ്ടമല്ല. എന്തോരം മാസ്കാണോ ആളുകൾക്ക്. 25 നോമ്പ് പെർഫെക്റ്റാണ്, നോമ്പ് നോക്കും. 25-ാം തീയതി ഉണ്ണി പറന്നു, ജോസേട്ടൻ കാനയിൽ വലിയ ഉണ്ണിയായിട്ട് തുണിയില്ലാതെ കിടക്കുന്നു. ഇതൊക്കെ എന്താ ദൈവം അംഗീകരിക്കുമോ? സഭ ഇത് അനുവദിച്ചു തന്നത് ഈ ദിവസങ്ങളിലെങ്കിലും ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാ. ആർക്ക് ഏൽക്കണത്? അതുകൊണ്ട് ദൈവാനുഗ്രഹം വരുന്നില്ല. അപ്പൊ യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കുമോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ മറന്നിരിക്കുന്നു. അപ്പോൾ വേറെ എന്തോ ഓർത്തിരിക്കുന്നു. ഇപ്പം ഈ കുട്ടികൾ തന്നെ, മുതിർന്ന കുട്ടികളല്ലേ, മുതിർന്ന പെൺകുട്ടികളൊക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങളുടെ പുറകിൽ കിടന്ന് പലരും ഐ ലവ് യു എന്ന് പറയും. നിങ്ങളോട് പറഞ്ഞേണ്ടോന്ന് അറിഞ്ഞൂടാ, നീ ഇല്ലാത്ത ജീവിതം ഗ്യാസ് ഇല്ലാത്ത സോഡ പോലെയാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കും. കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങി ധ്യാനം കൂടി ദൈവത്തെ ഉള്ളിൽ വഹിക്കുന്നവരാണെങ്കിൽ അതിലൊന്നും പെട്ടുപോകില്ല. താമരയുടെ ഇലയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുള്ളൂ. വെള്ളം കൂടിയാലും അത് വീണ്ടും മുകളിലേക്ക് കയറി നിൽക്കും, വീണ്ടും വെള്ളം കൂടിയാലും അതങ്ങോട്ട് കയറി നിൽക്കും. എങ്ങനെയാ? താമരയുടെ തണ്ടിങ്ങനെ സ്പ്രിങ് പോലെ വളഞ്ഞുകൂടി കിടക്കുക, വെള്ളം വരുന്തോറും അതിങ്ങനെ പൊങ്ങിപ്പോവും. അതുപോലെ പാപജലം എത്ര വന്നാലും നീ മുങ്ങരുത്, അതിന് മുകളിൽ പൊങ്ങി നിൽക്കണം. താമര പഠിപ്പിക്കുന്നതാണ്. ചേമ്പലയിൽ വെള്ളം വീണ ഏതെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കില്ല, തട്ടിത്തെറിച്ചു പോവും. എന്നതുപോലെ പാപം പറ്റിപ്പിടിക്കാത്ത വ്യക്തിത്വങ്ങളെ ദൈവം തേടുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഓർക്കണതിനെ കുറിച്ചല്ല, ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുക. എനിക്കറിയാം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ, അദ്ദേഹം ഞാനായിട്ട് നല്ല സുഹൃത്താണ്. ഞങ്ങൾ അദ്ദേഹത്തെ തീപ്പന്തം എന്ന് വിളിക്കുക. കാരണം എന്താണെന്ന് അറിയുമോ? ഈ ചേട്ടായി സൈമൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നോ? അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പിന്നെ അദ്ദേഹവും ഭാര്യയും കൂടെ മക്കളൊക്കെ കൂടെ ഭക്ഷണം ഉണ്ടാക്കും. ഒരു 50 ചോറും പൊതി ഉണ്ടാക്കും. എന്നിട്ട് ഓട്ടോറിക്ഷ കയറ്റി അത് റോഡരികിൽ നിൽക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ യാചകർക്ക് കൊണ്ടുകൊടുക്കും. ആരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം പൈസ വാങ്ങിക്കില്ല. പൈസ ആരുടെ കയ്യിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കാൻ മേടിച്ചാൽ അവരും കൂടെ വീട്ടിൽ വരണം, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കണം. അല്ലാത്തവരുടെ പൈസ മേടിക്കില്ല. നിങ്ങളുടെ പൈസ വേണ്ട, നിങ്ങൾ വന്ന് സഹായിച്ചോ, അതിന് വേണമെങ്കിൽ നിങ്ങൾ പൈസ അവിടെ അരിയോ സാധനങ്ങളായിട്ട് കൊണ്ടുവന്നു. ആ സൈമൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഓട്ടോറിക്ഷ രാത്രി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് ഓട്ടോയിൽ കയറി ഒരു ജംഗ്ഷനിലേക്ക് പോകാൻ പറഞ്ഞു. രാത്രിയാണ്, പാതിരാത്രി. അവിടെ ചെന്നു. ആ സഹോദരി ഇറങ്ങി, ചേച്ചി പൈസ തരാൻ പറഞ്ഞു. അവൾ പൈസ തന്നില്ലെന്ന് മാത്രമല്ല, ഒരു കടയുടെ ഷട്ടറിൽ ചെന്ന് 4 തട്ടിപ്പോൾ അവിടുന്ന് ആ കടയുടെ ഉള്ളിൽ നിന്ന് 2-3 ചെറുപ്പക്കാർ പുറത്തേക്ക് വന്നു. അപ്പോൾ സൈമൻ ചേട്ടന് മനസ്സിലായി ഈ സ്ത്രീ മോശക്കാരി സ്ത്രീയാണ്. സൈമൻ ചേട്ടൻ ഓട്ടോറിക്ഷയിൽ നിന്ന് എഴുന്നേറ്റ്, സഹോദരി ഓട്ടോയുടെ വാടക തരൂ, പൈസ തരൂ, ഞാൻ പോകട്ടെ. ആ സ്ത്രീ പറഞ്ഞു, കാശൊന്നുമില്ല,
വേണമെങ്കിൽ കാര്യം നടത്തി പൊക്കോടാന്ന് പറഞ്ഞു. സൈമൻ ചേട്ടൻ അവളുടെ വാക്ക് കേട്ടപ്പോൾ ഓട്ടോറിക്ഷയായിട്ട് തിരിച്ചു വന്നു. രാവിലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നന്ദു ഇന്നലെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഭാര്യയുടെയും 3 കുട്ടികളുടെയും മുഖം തെളിഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. എന്നിട്ട് ആ ഓട്ടോ ഓടിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, എന്നെ കിട്ടില്ല ഈ വൃത്തികേട് ചെയ്യാൻ. ഇതിനെയാണ് ആത്മീയത എന്ന് പറയുക. അദ്ദേഹം ഓട്ടോറിക്ഷ പേട്ട ചെന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പറഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കളഞ്ഞില്ലേ. അതാണ് ഈ പാപം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ പറയുന്നത്? അതാണ് കാര്യം. പ്രിയപ്പെട്ടവരെ, ഓട്ടോക്കാരനും അവൻ്റെ ആത്മീയത കൊണ്ട് നടക്കുന്നു. ഒരു കാർത്തിവസ്യൻ സന്യാസിയെ പോലെ ജീവിക്കാൻ പറ്റില്ലെങ്കിലും ചന്തയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടേതായ ഒരു ആത്മീയത കൊണ്ട് നടക്കാൻ പറ്റും. കൂലിപ്പണിക്കാരന് അവൻ്റെ ആത്മീയത കൊണ്ട് നടക്കാൻ പറ്റും. മീൻ കച്ചവടക്കാരന് അവൻ്റെ ആത്മീയത കൊണ്ട് നടക്കാൻ പറ്റും. ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് അവൻ്റെ ആത്മീയത കൊണ്ട് നടക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ ഹൃദയവും യേശുവിനെ വേണ്ടി ഒരുങ്ങണം എന്ന് ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് അതൊരു പുനർവിചിന്തനം നടത്തുക. എന്ത്? എൻ്റെ ഹൃദയം എവിടെയാണ്? എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? കർത്താവിനെ ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, യുവതി തൻ്റെ ആഭരണങ്ങളോ, ബാക്കി പറയൂ, മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കുമോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് നമ്മളിതൊക്കെ മറക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം എഴുതി വെച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. നിയമാവർത്തനം ബൈബിളിൽ 5-ാമത്തെ പുസ്തകമാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഡ്യൂട്രോണമി എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിലെ സുന്ദരമായൊരു വാക്യം, ഒരു വാക്യമല്ല 1-2 വാക്യങ്ങൾ അവിടെ വായിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? നിയമാവർത്തനം 8:11, ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. കർത്താവിനെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. എന്താ കാര്യം? നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കണ്ടു മരുതോങ്കരയൊക്കെ നല്ല വീടുകളെ വരണേ. നല്ല വീടുകളൊക്കെ പണിത് താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും, അവിടെ കാറ് നാക്കാൻ പോവാം, നിങ്ങളുടെ കാറുകൾ കൂടുകയും, അല്ലേ? ആടുമാടുകളല്ലേ പണ്ടായിരുന്നേ. ഇതൊക്കെ കൂടുകയും, പിന്നെയോ വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അന്നത്തെ ആളുകളോട് പറഞ്ഞതാ, ഈ മറവി രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അൾഷിമേഴ്സിൻ്റെ അസുഖമല്ലേ, അതുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. ദൈവത്തെ മറക്കും. ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കാൻ. ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടെ നിന്ന് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടെ നിന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. ശ്രദ്ധിക്കൂ, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ഓർക്കണം. എത്ര പ്രാവശ്യമെന്ന് പറയണേ, ഓർക്കണം, ഓർക്കണം, ഓർക്കണം. ഈ വീടൊക്കെ വലുതാവുമ്പോഴേ, ഈ പെൺകുഞ്ഞുങ്ങളൊക്കെ വലുതായി, ആൺകുട്ടികളൊക്കെ വലുതായി, അവർ ഓസ്ട്രേലിയയിലോ കാനഡയിലൊക്കെ പോകുമ്പോഴേ വെറും സാരി എടുത്ത് നടന്ന അമ്മ ജീൻസൊക്കെ ഇട്ട് പോയിൻറ്റഡ് ചപ്പലൊക്കെ ഇട്ട് അമേരിക്കയിലേക്ക് പോകുമ്പോഴേ ഹു ഈസ് ജീസസ് എന്നൊന്നും പറയാൻ പാടില്ലത്രേ. അങ്ങനെ പറഞ്ഞ് അഹങ്കരിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം കേട്ടോ. ചിലക്ക് മറവി ഭയങ്കര. ഒരു പള്ളിയിലെ അച്ഛൻ ആ അച്ഛനോട് വന്ന് പറഞ്ഞു, മത്തായി ചേട്ടൻ പറഞ്ഞു, അച്ഛാ പ്ലേ സ്കൂൾ തുടങ്ങാനുള്ള പിള്ളേർ പോലെ 10-12 ഉണ്ട്, ആകെ ചോറിയും ഇതൊക്കെ പിടിച്ചിരിക്കുക, പഴയ കാലത്താണ്, ഞാൻ ഇവിടുന്ന് നാട് വിട്ടു പോവാ അച്ഛാ, അച്ഛൻ ഒന്ന് അനുഗ്രഹിച്ച് എന്തെങ്കിലും തരണം. അച്ഛൻ പറഞ്ഞു, എൻ്റെ മത്തായി എവിടുന്ന് എനിക്ക് കാശ്? അച്ഛൻ്റെ പോക്കറ്റിൽ 100 രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, ഈ 100 മതി എന്ന് പറഞ്ഞു. ആ 100 കൊണ്ട് ആൾ കുടിയേറ്റ മേഖലയിലേക്ക് ഇവിടേക്കാണോ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇവിടെയൊക്കെ വന്ന് ആ വലിയ വീടൊക്കെ പണിത് മക്കളൊക്കെ വലുതായി, ദൈവാനുഗ്രഹിച്ച് കാലങ്ങൾ കടന്നുപോയി. അപ്പം അച്ഛൻ വൃദ്ധനായി. അന്ന് 100 കൊടുത്ത് ബ്ലെസ് ചെയ്ത് വിട്ട അച്ഛൻ വൃദ്ധനായി. അച്ഛനെ ഏതോ പള്ളിയിൽ മാറ്റം കിട്ടിയപ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ പള്ളിക്ക് പിരിവെടുക്കാനായിട്ട് എവിടെ പോവും? ഒക്കെ പാവപ്പെട്ട ആൾ. അപ്പോഴാണ് അച്ഛന് മറ്റേ കാര്യം ഓർമ്മ വന്നേ, ഇന്നാളൊരു 100 രൂപ കൊടുത്തൊരു മത്തായി വിട്ടേണ്ടായി, ആളിപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അച്ഛൻ ഇടവക്കാരോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞു, നമുക്ക് മത്തായി ചേട്ടൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയ ജീപ്പിൽ കയറി മത്തായി ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തെത്തി. അച്ഛനെ മത്തായി ചേട്ടൻ സ്വീകരിച്ചു. മത്തായി ചേട്ടൻ്റെ വയറൊക്കെ വല്ലാതെ വീർത്തു. ഈ ഭക്ഷണം കഴിച്ചിട്ടേ തടിയൊക്കെ വെച്ച് നല്ല വിശാലമായി വീടിൻ്റെ മുറ്റത്തൊക്കെ കാറുകളായി. അച്ഛനെ സൽക്കരിച്ചു, ചായയൊക്കെ കൊടുത്തു. അപ്പം അച്ഛൻ വന്ന കാര്യം മുഖവര കൂടാതെ പറയുകയും ചെയ്തു. മത്തായി ചേട്ടൻ എഴുന്നേറ്റ് തോളിൽ കിടന്ന് തോർത്ത മുണ്ടെടുത്തൊന്ന് കുടഞ്ഞു. എന്നിട്ട് വീണ്ടും തോർത്ത് തോളിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ തന്ന 100 രൂപ കൊണ്ട് ഇത്രയൊക്കെ ആയി. കർത്താവ് അനുഗ്രഹിച്ച്
വലിയ വീടൊക്കെ ആയി, മക്കളൊക്കെ ദുബായിൽ അമേരിക്കയിലേക്ക് പോയി. എന്നിട്ടൊരു വാക്കുകൂടെ അച്ഛനോട് പറഞ്ഞു, ഇനിയിപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചില്ലെങ്കിലും മത്തായിക്ക് ജീവിക്കുക അച്ഛാ എന്ന് പറഞ്ഞു. ഇതാണ് ഈ അഹങ്കാരത്തിന് കയ്യും കാലും പൊളയ്ക്കുക എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചില്ലെങ്കിലും മത്തായിക്ക് നന്നായിട്ട് ജീവിക്കാം. കണ്ടോ, ആരെ മറന്നു? അനുഗ്രഹിച്ച ആളെ മറന്നു. ഇത് അപകടമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കണ ഈ ഇരിപ്പില്ലേ, ഇവിടെ നിന്ന് ചിലപ്പോൾ കീറി കോടി നമ്മളെ രണ്ടുപേര് എടുത്തു വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോണ്ടി വരും അല്ലേ? അങ്ങനെ ആയിക്കൂടെ? ആകാലോ. ഇവിടുന്ന് ശവമായിട്ടല്ലേ വേണമെങ്കിൽ പോകാൻ പറ്റുള്ളൂ. ആകാലോ. എത്ര പെട്ടെന്നാണോ വ്യത്യാസം വരണേ നമുക്കറിഞ്ഞുകൂടാ. സൂര്യനും താമരയും തമ്മിൽ നല്ല ബന്ധം. സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടർന്ന് വരും. സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂമ്പി പോവും. താമരയെ അത് നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് വേരോടെ പിഴുതെടുത്ത് കരയിലേക്ക് ഇട്ട് നോക്കൂ. ഏത് സൂര്യൻ അതിനെ വിരിച്ചു, അതേ സൂര്യൻ അതിനെ കരിക്കും. ദൈവത്തിന് വിരിയിക്കാൻ മാത്രമല്ല അറിയാം, കരിയിക്കാൻ അറിയാം. ഈ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ കുഷ്ഠരോഗിയെക്കുറിച്ച് അവർ പറയും, അയ്യോ യേശുവിൻ്റെ അടുക്കലൊരു കുഷ്ഠരോഗി വന്ന് പറഞ്ഞു, കർത്താവേ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി കുഷ്ഠരോഗിയെ തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടെന്ന് എനിക്ക് ശുദ്ധി വരട്ടെ. കുഷ്ഠം മാറ്റിയ കർത്താവ്. എന്നാൽ കുട്ടികൾക്കറിയോ, കുഷ്ഠരോഗിയാക്കി മാറ്റിയ ഒരാളെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഈ ദൈവം തന്നെ. ആർക്കാ കുഷ്ഠരോഗം ഉണ്ടാക്കി കൊടുത്തേ? ഉണ്ട് ഒരാൾ, ഒരു രാജാവ്, ഉസിയാന്ന പേര് അദ്ദേഹത്തിൻ്റെ. 2 ദിനവൃത്താന്തം 26, 2 ക്രോണിക്കൽസ് ചാപ്റ്റർ 26. വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. 2 ദിനവൃത്താന്തം 26. ആ ഉസിയ എന്ന് പറഞ്ഞ രാജാവ് രാജ്യം ഭരിച്ചാൽ മതി. ആൾക്കൊരു പൂതി. എന്ത്? പള്ളിയിൽ ചെന്ന് ധൂപം കാണിക്കണത്ര ധൂപം. പഴയ കാലത്ത് ധൂപം അർപ്പിക്കുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിത വംശത്തിൽപ്പെടണം. അഹ്റോൻ്റെ മക്കളാ. ലേവ്യ ഗോത്രത്തിൽ എല്ലാവർക്കും പൗരോഹിത്യമില്ല. ലേവ്യ ഗോത്രത്തിലാകണം. മാത്രമല്ല അഹ്റോൻ്റെ മക്കൾക്ക് മാത്രമേ പൗരോഹിത്യമുള്ളൂ. അവർ മാത്രമേ ധൂപർപ്പിക്കാൻ പാടൂ, യാഗർപ്പിക്കാൻ പാടൂ. ഇപ്പം രാജാവിന് ആഗ്രഹം എന്തെന്ന്? ധൂപർപ്പിക്കാൻ. അങ്ങനെ ധൂപർപ്പിക്കാൻ ധൂപകലശമൊക്കെ ആയിട്ട് വരുമ്പോൾ 80ഓളം പുരോഹിതന്മാരെ തടഞ്ഞു. ഉസിയ, നീയല്ല ധൂപം അർപ്പിക്കണ്ടേ. പുരോഹിതന്മാരുടെ കൈ തട്ടിമാറ്റി അവൻ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റിയുടെ ഇവിടെ വെളുക്കാൻ തുടങ്ങി. ആ വെള്ള പാണ്ട് ശരീരം മുഴുവൻ വ്യാപിച്ചു. കുഷ്ഠരോഗിയായതാ. ധൂപകലശം താഴെയിട്ട് പുറത്തേക്ക് ഓടി. പിന്നെ ഒരിക്കലും പള്ളിയിലും വന്നിട്ടില്ല. പിന്നെ ഒരിക്കലും രാജാവാനും പറ്റിയിട്ടില്ല. രാജാവായതുകൊണ്ട് ഒരു ഔട്ട് ഹൗസ് ഉണ്ടാക്കി കൊടുത്തു. അവിടെ താമസിച്ചു. അയാൾ വടിയാവുന്നവർ അവിടെ താമസിച്ച്. എന്തുപറ്റി? പള്ളിയുടെ ഉള്ളിൽ വെച്ച് കുഷ്ഠം ഉണ്ടായി. കുഷ്ഠം. താമരയെ വിടർത്താൻ മാത്രമല്ല അദ്ദേഹത്തിനറിയാം, അത് നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ അത് കരിയും. ദൈവം കരിയിക്കുന്നതല്ല, പിന്നെയോ അത് നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ല, അതുകൊണ്ട് അത് കരിഞ്ഞു പോയി. സ്നേഹമുള്ളവരെ, 2 ഭാഗം ശരിക്കും ചിന്തിക്കണം. ഇപ്പോഴാ മനസ്സിലാവുള്ളൂ, മനസ്സിൻ്റെ ആഴത്തിൽ പതിയുള്ളൂ. ചേർന്ന് പറഞ്ഞേന് ഹല്ലേലൂയാ. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 8 നാം വായിച്ചു. മോശയിലൂടെ പറഞ്ഞു, ദൈവത്തെ ഓർക്കണം. നല്ല വീട് പണിത് നല്ല സെറ്റപ്പൊക്കെ ആവുമോ ദൈവത്തെ മറക്കാൻ പാടില്ല. ഇപ്പോഴത്തെ തലമുറയുടെ പ്രത്യേകത ഏതാ? ദൈവത്തെ ഓർക്കാൻ സമയമില്ല. ഏതെങ്കിലും പെൻഷൻ പറ്റിയ അപ്പനോ അമ്മയും രാത്രി കുടുംബ പ്രാർത്ഥനയും പിള്ളേരൊക്കെ വല്ല സീരിയലിൻ്റെ മുമ്പിലോ ഫോണിൻ്റെ മുമ്പിലൊക്കെയാണ്. ദൈവത്തെ അല്ല ഓർക്കണേ. നീ എന്താണ് ദൈവത്തെക്കാൾ കൂടുതൽ ഓർക്കുന്നത്? അതിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ടാവും. ദൈവത്തെ ഓർക്കണ്ടേ. ദൈവത്തെ ആ മനസ്സിൻ്റെ ചെപ്പിൽ കൊണ്ടു നടക്കണ്ടേ, വേറൊന്നിനെയല്ല കൊണ്ടു നടക്കണ്ടേ. അങ്ങനെ കൊണ്ടു നടന്ന ആളുകളെ മരണത്തിൻ്റെ മുമ്പിൽ ഭയപ്പെടണ്ട, ക്യാൻസർ വന്നാൽ ഭയപ്പെടണ്ട. ഇനി ധാരാളം ആളുകളുടെ തെറ്റിദ്ധാരണ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് തെറ്റിദ്ധാരണ? അവിടെ 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാനുണ്ട്. ആളുകളുടെ പ്രത്യേകത, ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ തരത്തിൽ കാര്യങ്ങൾ ചെയ്ത പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്നാ ചിന്ത. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. പ്രാർത്ഥിക്കുന്നവന് ക്യാൻസർ വരും, പ്രാർത്ഥിക്കാത്തവനും ക്യാൻസർ വരും. പ്രാർത്ഥിക്കുന്നവനെ വണ്ടിയിടിക്കും, പ്രാർത്ഥിക്കാത്തവനും വണ്ടിയിടിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ തലയിൽ തേങ്ങ വീഴും, പ്രാർത്ഥിക്കാത്തവൻ്റെ തലയിലും തേങ്ങ വീഴും. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടും, പ്രാർത്ഥിക്കാത്തവനും പരാജയപ്പെടും. ഇപ്പം എന്താ മനസ്സിൽ തോന്നണമെന്ന് ഞാൻ പറയട്ടെ. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേ എന്നല്ലേ ചോദിക്കണേ? അതെ, ഇത് ആളുകളുടെ ചിന്ത എന്താണെന്നോ, 5 ദിവസം കൺവെൻഷൻ വന്ന്, പിന്നെ ചിലരുടെ ചിന്ത 91 സങ്കീർത്തനം ചൊല്ലിയ പ്രത്യേക അനുഗ്രഹമെന്നോ. ഏത്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ. അതുകൊണ്ട് എല്ലാവരും 91 സങ്കീർത്തനം കാണാം, പടം പഠിച്ചേക്കാം. ഇനി ചിലരുടെ കാറിൻ്റെ പുറകിൽ സങ്കീർത്തനം 91 എഴുതി വെച്ചേക്കാം, പ്രത്യേകം വണ്ടി ഇടിക്കാണ്ടിരിക്കാനേ. എന്ന് എൻ്റെ ചിന്ത ഇതാണ്, നിങ്ങൾ സങ്കീർത്തനം 91 എഴുതണ്ട, ബൈബിളിൽ നിന്ന് അങ്ങോട്ട് എഴുതിക്കോളൂ, മൊത്തമായിക്കോട്ടെ. ബൈബിളിൽ നിന്ന് അങ്ങോട്ട് എഴുതി വെച്ചോളൂ, 73 പുസ്തകമില്ലേ. സ്നേഹമുള്ളവരെ, 91 സങ്കീർത്തനം ശരിക്കും വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ 14-ാം വാക്യത്തിൽ എന്താ എഴുതി വെച്ചേണേ? അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. നീ അത് ചൊല്ലിക്കൊണ്ടല്ല സംരക്ഷിക്കണേ, നീ അത് എഴുതിക്കൊണ്ടല്ല സംരക്ഷിക്കണേ, നീ ദൈവത്തോട് ഒട്ടി നിൽക്കണം.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കണ്ണിൽ ക്യാൻസർ വന്നു. ക്യാൻസർ രോഗിയായിട്ട് അമ്മ മരിച്ചേ, ഒരു പ്രത്യേക പ്രിവിലേജും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്യാൻസർ വന്ന് മരിച്ചിട്ടും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. സ്നേഹമുള്ളവരെ, ആത്മീയത എന്ന് പറഞ്ഞാൽ കഷ്ടത മാറ്റാനുള്ള സിദ്ധൌഷധമല്ല. ചില ആളുകളുടെ വിചാരം നമ്മൾ ഈ 5 ദിവസം കൺവെൻഷൻ വന്നാൽ IELTS പാസ്സാക്കി തരും, പിന്നെ പ്രത്യേക മോക്കുരു മാറ്റും, പിന്നെ ഗ്യാസ് മാറും, മുടി കൊഴിച്ചിൽ മാറും. അല്ല, മാറുണ്ടെങ്കിൽ മാറിക്കോട്ടെ കേട്ടോ, നമുക്കൊരു വിരോധമില്ല. അതല്ല ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം. ഏറ്റവും എന്താ, നിൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് അതിൽ ദൈവത്തെ കുടിയിരുത്തുക. അതാണ് ദൈവം ഉദ്ദേശിക്കണേ. അതിനാണ് കൺവെൻഷൻ, അല്ലാതെ വേറൊന്നുമില്ല. അതിൻ്റെ കൂടെ നിനക്ക് എന്തെങ്കിലും കിട്ടെങ്കിൽ മേടിച്ചോളൂ. വിശറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം കാറ്റുകൊള്ള അല്ലേ, കൊതുകിനെ കൊന്നോളൂ, വെടിമുണ്ടിൽ ചെളിയാവാതെ താഴെ ഇട്ടിരുന്നോളൂ. ആളുകളുടെ മുഖമൊക്കെ പോയിട്ടോ, വലിയ പ്രതീക്ഷയോട് കൂടെ വന്നതാ. ആദ്യം തന്നെ വന്നതൊക്കെ കുളം കലക്കിലോ എന്നാണ് ചിന്തിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർക്കണം എന്ന് പറഞ്ഞാൽ ആ യേശുവുമായിട്ടൊരു വ്യക്തിബന്ധം, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ കൺവെൻഷൻ മുഖാന്തരമാകണം. സ്നേഹമുള്ളവരെ, കർത്താവിനെ ഓർക്കാൻ വേണ്ടി കർത്താവ് ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുമ്പോൾ ആ കുദാശവചനത്തിൽ പറയുന്നുണ്ട്, വേദപുസ്തകത്തിലെ വാക്യം ഇതെന്താണ്? ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അല്ലേ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഒന്ന് ഓർത്തിന്, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഈ പരിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ദൈവത്തെ ഓർക്കണ്ടോ? ആളുകളുടെ മനസ്സിലെന്താണെന്നോ, കാസിം ബിലാസി ഉയർത്തുമ്പോൾ നമ്മുടെ കാര്യമൊക്കെ ഓർക്കുക, എന്നിട്ട് അങ്ങോട്ട് നിക്ഷേപിക്കുക. നമ്മുടെ കാര്യം ഓർത്തോളൂ, ഓർക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ യേശു നിനക്ക് വേണ്ടി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, നിന്നെ വീണ്ടെടുത്തു എന്ന മഹനീയ സത്യമാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കണേ. എൻ്റെ ഓർമ്മയ്ക്കായി. ആരെങ്കിലും ഓർക്കണ്ടോ? യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യത്തെ ഓർക്കാനാണത് ചെയ്യണേ. ആരെങ്കിലും ഓർക്കണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ കഴിഞ്ഞ ദിവസം കുർബാനയെ പറ്റിയൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ കുർബാനയ്ക്ക് പോകണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 12ാം ക്ലാസ്സിലെ പെൺകുട്ടി കൈപൊക്കിയിട്ട് പറഞ്ഞു, പുസ്തകത്തിലൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല ബ്രദറെ എന്ന് പറഞ്ഞു. നീ 12ാം ക്ലാസ് വരെ എങ്ങനെയാടി മോളെ എത്തിയത് ഞാൻ ചോദിച്ചു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്താണ്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാ, അത് അനുഷ്ഠിക്കുവിൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. അതുകൊണ്ടായി കുർബാനയ്ക്ക് വരുന്നതും കുർബാന അനുഷ്ഠിക്കുന്നതും. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എല്ലാ ദിവസവും തുളസിയില പിഴിഞ്ഞ് വെള്ളം കുടിച്ച് നോക്കിയാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ധാരാളം തുളസി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഉണങ്ങി. മഴ പെയ്യുമ്പോഴേക്കും അതൊക്കെ കെളുത്ത് വരും കേട്ടോ. ഈ തുളസിയുടെ ഇല പിഴിഞ്ഞ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് കുടിച്ച് നോക്കിയാൽ കുറേ കാലം കഴിയുമ്പോഴേ അടുപ്പിച്ച് അങ്ങോട്ട് കുടിച്ചാൽ തുളസിയുടെ മണം വേർക്കുമ്പോൾ തുളസിയുടെ മണം വരും വേർപ്പിക്കൂടെ. എന്തിനും നല്ല ചാള കഴിച്ചു നോക്കിയാൽ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, മേരി ചേച്ചി ചാളയായിരുന്നല്ലേ കറി, എങ്ങനെ മനസ്സിലായി? അല്ല, ഉളുമ്പിൻ്റെ മണം ഉണ്ടതിൽ. മത്തി മേടിച്ച് അതിൻ്റെ മണല്ലേ എന്നതുപോലെ തുളസിയുടെ വെള്ളം കുടിച്ചാൽ തുളസിയുടെ മണം. എങ്കിൽ യേശുവിനെ എല്ലാ ദിവസവും അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിച്ചിട്ട് എന്താ യേശുവിൻ്റെ ഗുണവും മണവും ഇല്ലാത്ത? ഒന്ന് ചിന്തിക്കേണ്ടതാണ് കേട്ടോ. കാരണം എന്താണെന്നോ, ഈ നസ്രായനായിട്ട് ഒരു ആത്മബന്ധമില്ല. അവനെ ഓർക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ശരിക്കും ധ്യാനിക്കണം. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 11ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഓർക്കാൻ പറയുന്നൊരു വാക്യം അവിടെ കാണണം. 12ാമത്തെ അധ്യായം, 11 12, സഭാപ്രസംഗൻ്റെ പുസ്തകം 12. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുക, സ്മരിക്കുക. എല്ലാ വിഭാഗക്കാരോടും ഇതാണ് ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തെ ഓർക്കുക. യൗവനക്കാരോട് ദൈവം പറയുന്നു ദൈവത്തെ ഓർക്കാൻ. ആർക്കെങ്കിലും സമയമുണ്ടോ? ഈ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്ത് ഈ പള്ളിയിൽ വന്ന കുഴപ്പം, ഇടയ്ക്ക് ധ്യാനം കൂടി എന്താ കുഴപ്പം? അവരൊക്കെ എന്നോട് പറയുന്നത് എന്താണെന്നോ, നന്ദു ബ്രദറെ അതിനൊക്കെ ഒരു സമയമുണ്ട്. എപ്പോഴാ സമയം? പല്ലൊക്കെ പോയി മുടിയൊക്കെ കൊഴിഞ്ഞ് എല്ലാം തോലാവുമോ പള്ളിയിലേക്ക് വരും. സർവവും യേശുനാഥനായി. ഇനിയിപ്പോൾ യേശുനാഥന് ഈ എല്ല് പൊടീനെ കിട്ടിയിട്ട് എന്ത് കാര്യം? ചോര നീരുള്ളപ്പോൾ ബാറിൽ കണ്ടവൻ്റെ ബൈക്കിൻ്റെ പുറകെ ഈ ഫോണിൽ ഇതിലൊക്കെ കെട്ടപ്പെട്ട് കഴിയുക. ചാവാനായിട്ട് കുഴിയിലിറങ്ങിയപ്പോൾ സർവവും യേശുനാഥനായി സമർപ്പണം. ഞാൻ ഇവിടെയുള്ള അപ്പച്ചന്മാരെ കുറിച്ചല്ലിട്ട് പറഞ്ഞ് ഇപ്പോഴത്തെ യുവതലമുറയെക്കുറിച്ച് പറയുന്നതാ. ആ സമയത്ത് ദൈവത്തെ ഓർക്കാമെന്ന്. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ എല്ലാവരും വിചാരിക്കുന്നത് ധൂർത്തപുത്രൻ മാത്രമേ ഉള്ളൂ. എത്രയോ ധൂർത്തപുത്രിമാരുണ്ട് ഇല്ലേ? ധൂർത്തപുത്രിമാർ എൻ്റെ നാട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം.
അതിരപ്പള്ളിയിലേക്കൊക്കെ വലിയ ബൈക്കിൻ്റെ പുറകിൽ ത്യാഗസമ്പന്നയായ യുവതികൾ, R15 ഡ്യൂക്ക് ഇങ്ങനെയുള്ള ആളെ കൊല്ലാനുള്ള ബൈക്കുണ്ട്. അതിൻ്റെ പുറത്ത് കയറണമെങ്കിൽ ആനപ്പുറത്ത് കയറി പരിചയം വേണം. എന്നിട്ട് ചുരിദാറിന് ഷോളുണ്ട്, മോന്തിയും വലിഞ്ഞു കെട്ടി അതിൻ്റെ പുറകിൽ കയറി പോകുന്നത് ധൂർത്തപുത്രനല്ല, പിന്നെയോ ധൂർത്തപുത്രി. ആരാ പറഞ്ഞ ധൂർത്തനായ അപ്പനില്ലെന്ന്? എത്ര അപ്പന്മാരുണ്ടാവും ധൂർത്തനായ അപ്പൻ? പണം ധൂർത്തടിക്കുന്നവർ അല്ലേ, അവരുടെ ശരീരത്തെ സുഖഭോഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവർ. ധൂർത്തനായ അപ്പനുണ്ട്. ആരാ പറഞ്ഞ ധൂർത്തിയായ അമ്മയില്ല എന്ന്? 2018 2500 സ്ത്രീകളാണ് സ്വന്തം ഭർത്താവിന് ഉപേക്ഷിച്ച് അന്യപുരുഷന്മാരുടെ കൂടെ പോയത്. അപ്പോൾ ധൂർത്തിയായ അമ്മയില്ല എന്ന് വിചാരം. അപ്പോൾ ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട അനവധി ജീവികളുണ്ട്. എല്ലാവരോടും ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, മടങ്ങി വരിക ദൈവത്തിലേക്ക് മടങ്ങുക. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ബൈബിൾ സന്ദേശത്തിൽ ഒരൊറ്റ കാര്യം പള്ളിക്കകത്തും പുറത്തും ഇരിക്കുന്നവരോടും ഈ പ്രസംഗിക്കുന്ന എന്നോടും ദൈവം പറയുന്നു, ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു. ആ ചെറിയ നഗരത്തിനെതിരെ ശക്തനായ രാജാവ് വന്ന് പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. എങ്കിലും ആരും അവനെ ഓർത്തില്ല. ഇന്ന് ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് ഓർക്കണം, കർത്താവേ, നീ എത്ര വലിയ കാര്യമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. എന്നിട്ടും നിന്നെ ഓർക്കാതെ മറ്റു പലതിനെയും ഓർത്ത് മറ്റു പലതും മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്നു. ഇത് തിരുത്താനുള്ളൊരവസരമാണ് ദൈവമായ കർത്താവ് തന്നിരിക്കുന്നത്. നമുക്കതിനു വേണ്ടി കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? എന്നിരിപ്പിൽ തന്നെ ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെ ഒന്ന് മനസ്സിൽ കാണാം. കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെ ഒന്ന് കണ്ണടച്ച് മനസ്സിൽ കാണാമോ? നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായവൻ, മൂന്നാണുകളിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ കാണുക. ഉള്ളംകാലം മുതൽ ഉച്ചവരെ മുറിവേറ്റവൻ, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ലെന്ന് പറഞ്ഞ നമ്മുടെ പ്രാണനാഥൻ, എൻ്റെ പ്രിയൻ, 10,000-ങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് ശൂലേമി പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കാൽവരിയിലെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. നിന്നെ ഓർത്ത്, നിന്നെ ധ്യാനിച്ച്, നിന്നെ മനസ്സിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ സഹായിക്കണമേ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചുണ്ടനയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ വാ തുറന്ന് പ്രാർത്ഥിക്കുക. വാ തുറന്ന് യേശുവിനെ മനസ്സിൽ കണ്ട് മനസ്സ് തുറന്ന് യേശുവേ ഹല്ലേലൂയ, 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 പരിശുദ്ധനായ ദൈവമേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ധ്യാനിക്കുവാൻ, നിന്നെ ഉൾക്കൊള്ളുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, ശരിയായി നിന്നെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.